ഒരു നാൾ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിവ് വരും. അവർ എന്താണ് ചെയ്തത് എന്ന ബോധം അവർക്ക് വരണമല്ലോ. അതാണല്ലോ യൂണിവേഴ്സ്. നിങ്ങളെ വേദനിപ്പിച്ചവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് സ്വന്തം ജീവിതത്തിൽ ഒന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കാതെ ആണ്. അവരെ വട്ടം ചുറ്റിക്കും. എങ്കിൽ ഒന്ന് നോക്കി വെച്ചോ, അവർക്ക് അത് കാർമിക് ചാപ്റ്റർ ആണ് എന്ന്. മുന്നേ ചെയ്തു കൂട്ടിയതിൻ്റെ, മറ്റുള്ളവരോട് ചെയ്തതിൻ്റെ ഒക്കെ കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്ന ടീംസൊക്കെ ആയിരുന്നെങ്കിൽ അവർ മറ്റുള്ളവരുടെ ലൈഫിൽ ഇങ്ങനെ ഇടപെടില്ലല്ലോ. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സഹിച്ച വേദന യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട് എന്നാണ്. യൂണിവേഴ്സ് തൻ്റെ ജോലി കൃത്യമായി തന്നെ ചെയ്യും. സത്യം മറഞ്ഞു നിൽക്കില്ല. നിങ്ങളോട് ആരാണ് തെറ്റ് ചെയ്തത്, അവരുടെ പ്രവൃത്തിയുടെ ഫലം വരും. നിങ്ങൾക്ക് നീതി ഉറപ്പായും കിട്ടും എന്ന് തന്നെയാണ് ഇന്നത്തെ സ്പ്രെഡിലും സൂചിപ്പിക്കുന്നത്. സ്ഥിരതയില്ലാത്ത കാര്യങ്ങളിൽ പോയി താൽക്കാലികമായ മായാ കാഴ്ചകളിൽ പെട്ട് മോഹന വാഗ്ദാനങ്ങളൊക്കെ നടത്തി തെറ്റായ ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടവർ റൊമാൻറ്റിക്കായ വേഡ്സും വാരി വീശി ഡ്രാമയും ആക്ടിങ്ങുമായി ഒന്നിനും വ്യക്തത വരില്ല. അവർക്ക് മനസ്സൊരിടത്ത് സ്ഥിരമായി നിൽക്കുകയുമില്ല. അവരിങ്ങനെ ചാഞ്ചാടി നടക്കും. നിങ്ങൾക്ക് സത്യമുണ്ട്, നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ട്. എല്ലാ സത്യങ്ങളും പുറത്തു വരും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശമുള്ള അധ്യായം തുറക്കും. നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. യൂണിവേഴ്സ് പറയുന്നത് വാട്സാപ്പിലെ ചാറ്റ് ഡിലീറ്റും ബ്ലോക്കും ചെയ്ത് പോകുന്നത് പോലെ ഈസിയല്ല യൂണിവേഴ്സിൻ്റെ കോടതിയിലെ കേസ്. ചെയ്തു കൂട്ടിയ ഓരോ നെറുകേടിനും യൂണിവേഴ്സിന് റെക്കോർഡുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് സത്യം, അത് എന്നും ഇരുട്ടത്തിരിക്കില്ല. സൺ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ലൈറ്റ് ഫുൾ ഓണാവാൻ പോകുകയാണ്. ഓണായാൽ എന്താണ് സംഭവിക്കുക? എല്ലാം ക്ലിയറായി കാണാൻ അവസരം യൂണിവേഴ്സ് തരും. യൂണിവേഴ്സ് നിങ്ങൾക്കിട്ട് താങ്ങുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം നല്ല ക്ലിയറാണ്. പാഠം പഠിച്ചില്ലേ? പഠിച്ചു. നിങ്ങൾക്ക് വിലയുണ്ട് എന്ന് പഠിപ്പിച്ച് തന്നില്ലേ? തന്നു. നിങ്ങളുടെ പ്രകാശം നഷ്ടപ്പെടുത്തരുത് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. അപ്പോൾ പിന്നെ എന്താണ് മനസ്സിലാക്കാത്തത്? ജീവിതം അതിൻ്റെ വഴിക്ക് പോകും എന്ന്. സിനിമയല്ല, പോസ്റ്റ് മോഡിലിട്ടിട്ട് ചിന്തിക്കാനും കാത്തിരിക്കാനും. അവർ വീക്കാണ്, നിങ്ങൾ സ്ട്രോങ്ങുമാണ്. വീക്കായ ആളിലേക്ക് സിഗ്നൽ പോവില്ല. അതുകൊണ്ട് വീക്കായവർ സ്ട്രോങ് ആയി വരട്ടെ. നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്താൽ അവർ വരില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നീങ്ങണം. കൂടെ വരാനുള്ള ഐറ്റമാണെങ്കിൽ യൂണിവേഴ്സ് പറഞ്ഞു വിടും. പക്ഷേ നന്നാവാനുണ്ട്, നന്നാക്കാനുണ്ട്. അത് പഠിപ്പിക്കാൻ ഇട്ടേക്കുകയാണ് ഗൈസ്. അവരുടെ ഹൃദയം ഗെയിം കളിച്ചാൽ കർമ്മ വിസിലടിക്കും. കൺഫ്യൂഷൻ ഉണ്ടാക്കിയാൽ സത്യം സൂര്യപ്രകാശം പോലെ പുറത്തു വരിക തന്നെ ചെയ്യും. നിങ്ങളിനി ഇത്തിരി ശാന്തമായിട്ട് ഇരിക്കുക. കോടതി ഓൾറെഡി ഓപ്പൺ ആണ്. ജഡ്ജ് യൂണിവേഴ്സാണ്. എവിഡൻസ് എല്ലാം ഉണ്ട്. കമ്മിങ് സൂണാണ്. ട്രൂത്ത് എസ്കേപ്പ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങ് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ സ്മാർട്ടാണ്, ഞാൻ സംഭവമാണ്, അതുകൊണ്ട് ആരും എന്നെ പിടിക്കില്ല എന്ന്. നിങ്ങളെ പറ്റിക്കാം, ചതിക്കാം എന്ന്. പക്ഷേ ഈ നേരിൻ്റെ കൂടെ യൂണിവേഴ്സ് നിൽക്കുകയുള്ളൂ. നിങ്ങളുടെയും അവരുടെയും സ്റ്റോറിയിൽ ട്വിസ്റ്റ് വരാൻ പോകുകയാണ്. എപ്പിസോഡ് 1 ഉള്ളൂ സ്നേഹം. എപ്പിസോഡ് 2 ആവുമ്പോഴേ കൺഫ്യൂഷൻ. എപ്പിസോഡ് 5 ആവുമ്പോഴേക്ക് കർമ്മ എൻട്രിയാണ്. അവർ പുറമേ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കൂളാണ് എന്നാണ് പറയുന്നതെങ്കിലും ഉള്ളു മൊത്തം പ്രശ്നമാണ്. അവർക്ക് ഉള്ളിൽ ചിന്തയൊക്കെ ഉണ്ട്, അറിയുകയും ചെയ്യാം. സിസ്റ്റം ലോഡിംഗ് ആകും, എറർ വരും, റീസ്റ്റാർട്ട് വരും. ഇതാണ് അവിടുത്തെ അവസ്ഥ. നിങ്ങളിൽ സത്യമുണ്ട്, നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്, എല്ലാ സത്യങ്ങളും പുറത്തു വരും എന്നുള്ള സ്പ്രെഡ് തന്നെയാണ് യൂണിവേഴ്സ് ഇന്നും തന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശമുള്ള അധ്യായം തുറക്കുകയാണ്. നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. വീക്കായി നിന്നാൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വൈബ്രേഷൻ എല്ലാം ഡൗൺ ആകും. അത് യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുകയില്ല. അവരുടെ വൈബ്രേഷൻ ഹൈ ആക്കിയിട്ട് അവർ വരട്ടെ. ഇവർ മാസ് എൻട്രിയിൽ വലിയ സ്റ്റൈലിൽ സ്ലോ മോഷനിലൊക്കെ വന്ന ടീംസ് അല്ലേ? ആ കഥ മുന്നോട്ട് പോയപ്പോൾ നമ്പർ വലുതായി. എനിക്ക് ചിന്തിക്കണം, എനിക്ക് സമയം വേണം, എനിക്ക് ക്ലാരിറ്റി വേണം. നമ്പരോട് നമ്പരായിരുന്നു.
യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു, നാടകം ആദ്യം നിങ്ങൾക്ക് കാണണോ അതോ സത്യം വേണോ എന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? സത്യം മതി, ആക്ടിങ് കാണണ്ട എന്ന്. ആരോടും കാലിൽ പിടിക്കാനും യാചിക്കാനും പോകാതെ മര്യാദയ്ക്ക് ഇരിക്കാമോ? ഇരിക്കാം. നിങ്ങൾ നിങ്ങളുടെ വില കളഞ്ഞ് പിന്നാലെ പോവോ? ഇല്ല. ഉറപ്പാണോ? യെസ്, ഉറപ്പാണ്. ആ ഉറപ്പ് യൂണിവേഴ്സിന് ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം സൈലൻ്റ് ആയിട്ട് തന്നെ സത്യം യൂണിവേഴ്സ് കാണിച്ചു തരും. സ്ട്രോങ് ആയി നിൽക്കുന്നവർക്ക് അതിനുള്ള അർഹത ഉണ്ട്. നിങ്ങളുടെ മൈൻഡ് ഷാർപ്പാണ്, ഹൃദയം പ്യുവറാണ്, ഇൻഡ്യൂഷനോ ഷാർപ്പാണ്, എല്ലാം ഗുഡാണ്. പക്ഷേ ക്ഷമ അത് വേണം. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. ക്ഷമ പഠിപ്പിക്കാനായിട്ട് യൂണിവേഴ്സ് ടെസ്റ്റിന് ഇട്ടേക്കുകയാണ് നിങ്ങളെ. ക്ഷമയുണ്ടെങ്കിൽ വേഗം എല്ലാം സെറ്റാവും. നിങ്ങൾ സ്ട്രോങ് ആയി ലൈഫ് സ്റ്റക്കാക്കി നിർത്താതെ മുന്നോട്ട് പോയാൽ സത്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. സൺ കാർഡ് അതിനാണ് വന്നിരിക്കുന്നത്, ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത്, ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിരിക്കുന്നത്. എല്ലാം നീതി നിങ്ങൾക്കുറപ്പാണ്. അവർക്ക് തിരിച്ചറിവ് വരും. നിങ്ങൾക്കതെല്ലാം കാണാൻ പറ്റും എന്നാണ് ഈ സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മജീഷ്യനാവാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് ഈ സ്പ്രെഡിൽ പറയുന്നത്. അവർക്ക് നിങ്ങളെപ്പറ്റി ഓർമ്മകളുണ്ട്, എല്ലാമുണ്ട്. ഈ പോക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. ഒരു ചാപ്റ്റർ ക്ലോസ് ആകുകയാണ്. ദ വേൾഡ് കാർഡ് അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസവും ജസ്റ്റിസ് കാർഡും ജഡ്ജ്മെൻറ്റ് കാർഡും വരുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും പോസിറ്റീവായ റിസൾട്ട് കിട്ടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി അവരുടെ നാടകങ്ങളും ഡ്രാമകളും ഒന്നും നടക്കില്ല എന്നാണ് യൂണിവേഴ്സ് ഈ സ്പ്രെഡിലും സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നന്ദിയോടെ യൂണിവേഴ്സിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക. ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവട്ടെ. ചിലപ്പോൾ സ്നേഹം വാക്കുകളല്ല, അത് ഒരു സ്പർശമാണ്, എനർജിയാണ്, ഒരു വൈബാണ്. ഇത് ഒരു ബ്രേസ്ലെറ്റ് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സോഫ്റ്റ് ഹഗ്ഗാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്നേഹവും സമാധാനവും ആകർഷണവും പുറത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു ചെറിയ മാജിക്കാണ് ഈ ബ്രേസ്ലെറ്റ്. ഇത് ധരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ എനർജി സോഫ്റ്റാകും, വൈബ് വാമാകും. ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ, കണക്റ്റ് ചെയ്യാൻ ഒരു ആകർഷണം തോന്നും. ലവ് അട്രാക്റ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനും സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനും ഇത് ഒരു ബ്രേസ്ലെറ്റായിട്ടല്ല ഉപയോഗിക്കേണ്ടുന്നത്, ഒരു ലവ് ഫ്രീക്വൻസി ആയിട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിനും ആത്മാവിനും ഹീലിംഗ് എനർജി തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ, സമാധാനം കിട്ടാൻ, സെൽഫ് ലവ് കിട്ടാൻ ഇത് ഉപയോഗിക്കുക.